ശരീരമാകുന്ന ഗുഹയിൽ ആത്മാവിൻ്റെ പ്രകാശം കാണാൻ ആ ധ്യാനത്തിൽ തിരിച്ചറിഞ്ഞു മുജ്ജന്മത്തിൻ്റെ കർമ്മകാണ്ഡങ്ങൾ. ഞാൻ ചോദിക്കുന്ന നമ്മുടെ വിഷയത്തിലേക്ക് ഇനി വന്ന് അതിലേക്ക് വരുമ്പോൾ നമ്മുടെ ടൈറ്റിൽ ആരോ ഒരാൾ നിട്ടിരിക്കുന്നതിൽ ഒരു ക്യാപ്ഷനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലോ അല്ലെങ്കിൽ നിർണായകമായ ഒരു കാര്യത്തിലോ ഒരു വഴിതിരിച്ചു വിടാനോ അല്ലെങ്കിൽ ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഒരു കാരുണ്യ ഒരു സ്പർശമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയായോ എങ്ങനെ വേണോ ഒരാൾ നമ്മുടെ മുമ്പിലെത്തുന്നു. നമുക്ക് ഒരുപക്ഷെ വീണ്ടും അറിയപ്പെടാതെ അവരെവിടേക്കോ പോകുന്നു. പക്ഷേ ഒരു അദൃശ്യമായി നിന്ന് നമ്മൾ എപ്പോഴും ഗൈഡ് ചെയ്യുന്നു ഉണ്ടാവാം. സാറിൻ്റെ കാര്യത്തിൽ 100% ദൈവികരമായ കാര്യമാണെന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഒരു ആകെ തുക വെച്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഇത്രയും സംഭവങ്ങളുടെ ഒരു നമുക്ക് അറിയാം, പ്രേക്ഷകർക്കും അറിയാം, എന്നാലും ഞാൻ ചോദിക്കണം സാറിന് ഈ ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷയമായി കണക്ട് ചെയ്ത് പറയാൻ ആണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ പറയാനുള്ളൊരു നിയോഗത്തിൻ്റെ ഒരു അർത്ഥം? ഇത് അങ്ങനെ ഓൾ ഓഫ് എ പെട്ടെന്ന് വരുന്ന ഒരു സംഭവമല്ല. അത് ഇതേക്കുറിച്ചുള്ള ഗഹനമായ നിരവധി പഠനങ്ങളും ഇതിൻ്റെ ശാസ്ത്ര ശാഖ വഴി അങ്ങനെയുള്ള പഠനങ്ങളും ഭാരതീയ വേദാന്തികൾ എന്താണോ 10,000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് അതിലേക്കാണ് ഇപ്പം മോഡേൺ സയൻസ് എത്തിക്കൊണ്ടിരിക്കുന്നതും. ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഇതിലേക്കൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇതെല്ലാം നമ്മൾ ക്യാരി ഫോർവേഡാണ്. മനസ്സിലായ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു സന്യാസിനി അല്ലെങ്കിൽ ഒരു യോഗിനി ആരോട്ടെ ഏതോ ജന്മത്തിലത്തെ സുഹൃത്താണ് അവരിങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അല്ലാതെ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഓൾ ഓഫ് എ സഡൻ യങ്ങർ ഏജിൽ ഒന്നും സംഭവിക്കാതെ ഒരു പെർട്ടിക്കുലർ ഏജിൽ വരുമ്പോൾ അവരുടെ സൂക്ഷ്മ ശരീരം ആക്റ്റീവ് ആകുന്നു, അവർ ആ ബോധത്തിലേക്ക് വരുന്നു. എന്തായാലും സാറിൻ്റെ വിലയേറിയ സമയം എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രേക്ഷകർ എന്നോട് നേരത്തെ ചോദിച്ചു സാറിൻ്റെ അധ്യായം എപ്പോഴാണ് വരുന്നത് എപ്പിസോഡ്. ഒരുപാട് പേർക്ക് അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റിയത്. നമുക്കൊരു വലിയൊരു ചാരിതാർത്ഥ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂർത്തീകരണമായിരിക്കാം. പ്രേക്ഷകരോട് ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ യാത്ര പറയുകയാണ്. പക്ഷേ വളരെയധികം നമ്മൾ പിന്നിട്ട എപ്പിസോഡുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെയധികം നമുക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന അല്ലെങ്കിൽ രോമാഞ്ചകരമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒത്തിരി അനുഭവങ്ങളാണ് നമ്മളിന്ന് സാറുമായിട്ട് പങ്കുവച്ചത്. സാർ ആരോ ഒരാൾ എന്നാണ് ടൈറ്റിൽ. അപ്പോൾ അവരുടെ ജീവിതത്തിലും അല്ലേ അങ്ങനെ ആരോ ഒരാൾ, അതെ, എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. അതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞത്. നമ്മൾ മാത്രമല്ല നന്നാവേണ്ടത്, എല്ലാവരും നന്നാവണം. അപ്പോൾ ആദർശ സ്പർശം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രതിബന്ധങ്ങളിലും എല്ലാത്തിനും ഒരു തുണയായി ആ സമയത്ത് ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു. നമസ്തേ. കൈലാസ പരിക്രമണത്തിൻ്റെ ഓർമ്മയിൽ, ആ ആത്മീയ സൗരഭ്യത്തിൻ്റെ അനുഗ്രഹത്തിൽ ദുർഘടമായ പാതയിൽ ആരോ ഒരാളായി വന്ന ആ ദൈവിക സ്പർശത്തിൻ്റെ ഓർമ്മയിൽ വിനയാന്യതനായി ഒരാളിന്നും